പശ്ചാത്തലത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് ഏതോ ചാനലിൽ വന്നപ്പോൾ തന്നെ പറഞ്ഞു, ദേശീയ തലത്തിൽ CPM-ഉം കോൺഗ്രസും നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യമുണ്ടല്ലോ, ആ സഖ്യം കേരളത്തിലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അവർ പരീക്ഷിച്ച് ഒരു ചെറിയ വിജയം നേടിയിരിക്കുകയാണ്. അതായത് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വെള്ളാർ വാർഡിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ആ വാർഡിൽ കോൺഗ്രസ്സിന് ഇപ്പോൾ അവരുടെ വിജയമായിട്ട് തന്നെ ഞാൻ കാണുന്നു. അതിനവരെ റെസ്പെക്റ്റ് ചെയ്യുകയാണ്, അവരെ അംഗീകരിക്കുക തന്നെയാണ് ജനാധിപത്യത്തിൽ. കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണ 703 വോട്ടായിരുന്നു, ഇപ്പോൾ അത് 544 വോട്ടായിട്ട് കുറഞ്ഞു. BJP കഴിഞ്ഞ തവണ 1629 വോട്ടുണ്ടായിരുന്നു, അത് 1694 വോട്ടായിട്ട് കുറഞ്ഞു. ഞങ്ങളുടെ വോട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രമുഖ നേതാക്കന്മാർ, ഇവിടുത്തെ സിറ്റിംഗ് MP ഉൾപ്പെടെയുള്ള ആൾക്കാർ, MLA-മാർ ഉൾപ്പെടെ അവിടെ വന്ന് അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയിട്ട് അവർക്ക് കുറഞ്ഞ വോട്ടാണ് LDF-ന് കൂടി ഭൂരിപക്ഷമായിട്ട് ഒരു 140-150 വോട്ടിനകത്താണ് LDF ജയിച്ചത്. അപ്പോൾ കോൺഗ്രസ് ഉദാരമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ LDF-ന് സംഭാവന ചെയ്യുകയായിരുന്നു. ഈ തിരുവനന്തപുരം ജില്ലയിലെ 2 മന്ത്രിമാരും കോൺഗ്രസ് നേതാക്കന്മാരുമായി നടത്തിയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഈ വോട്ട് LDF-ന് കൊടുത്ത് BJP പരാജയപ്പെടുത്താൻ വേണ്ടി. കോർപ്പറേഷനിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു കാലത്ത് കോൺഗ്രസ് കോർപ്പറേഷൻ ഭരിച്ചിരുന്നു, പിന്നീട് പ്രതിപക്ഷമായി 40-45 സീറ്റ് വരെ ഉണ്ടായിരുന്നു. തൊട്ട് മുമ്പിലത്തെ ടൈമിൽ അവർക്ക് 25 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ BJP ഭരണത്തിൽ വരാതിരിക്കാൻ വേണ്ടി ഉദാരമായി സംഭാവന നൽകി കോൺഗ്രസ് 10ലേക്ക് ചുരുങ്ങി സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് LDF-ന് ഭരണം നേടിക്കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് എന്താണ്, ഈ കോർപ്പറേഷനിൽ നടന്ന എല്ലാ അഴിമതികളുടെയും കൂട്ടുകച്ചവടത്തിൻ്റെ ഒരു പങ്ക് കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ട് LDF-നെ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതാണ് ഒന്ന് വെള്ളാറിൽ കണ്ടത്. മറ്റൊന്ന് പാറശാല അസംബ്ലി മണ്ഡലത്തിലെ ഒറ്റശേഖരമംഗലം പഞ്ചായത്തിലെ കുന്നുകട വാർഡിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ കോൺഗ്രസിന് കഴിഞ്ഞ തവണ 263 വോട്ടുണ്ടായിരുന്നു, UDF-ന് ഇപ്പോൾ 72 വോട്ട്, വെറും 72 വോട്ടായിട്ട് കുറഞ്ഞു. BJP-ക്ക് കഴിഞ്ഞ തവണ 394 വോട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 486 വർദ്ധിച്ചു. കോൺഗ്രസ് 263-ൽ നിന്നും 72 ചുരുങ്ങി. അപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുള്ളത്, ദേശീയ തലത്തിൽ ഇവർ രൂപം കൊടുത്ത അലയൻസ് സഖ്യം കേരളത്തിൽ അവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ചിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഒരു ഭാഗത്ത് കേരളത്തിലും BJP ആകുന്നു. ഇതുപോലുള്ള ചെറിയ ചെറിയ തെരഞ്ഞെടുപ്പുകളിലാണല്ലോ പരീക്ഷണ തുടക്കമിടുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് BJP ആണെന്ന് ഇവർ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുന്നു. 2 പേരും CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ BJP-യെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ എന്ന് അവർ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ പരാജയത്തിനിടയിലും ഞങ്ങൾ കാണുന്ന കേരള രാഷ്ട്രീയത്തിൽ പ്രതീക്ഷയാണ്. ആ കോൺഗ്രസ്സുകാർക്ക് മറുപടി വേണ്ടേ? നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം അല്ലെങ്കിൽ രാജേട്ടനോട് ചോദിച്ച ചോദ്യം, ഇന്ന് ഇത് കഴിഞ്ഞ് നേരെ DCC ഓഫീസിൽ പോകണം, പറയണോ അവർ ഈ കുറഞ്ഞ വോട്ട് ഇവിടെ പോയെന്ന്? ഞങ്ങൾക്ക് ഒരു ബൂത്തിലും ഒരു വോട്ടും കുറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. മുതാക്കലിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചു, അവിശ്വാസം പാസ്സായി, ഭരണസമിതി താഴെ. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും BJP അവിടെ അധികാരത്തിൽ വരും. മുതാക്കൽ ഭരിച്ചിരുന്ന ആരാ? LDF അല്ലേ? അവരുടെ ഭരണസമിതി താഴെ പോയി. ഞങ്ങൾ അവിശ്വാസം കൊണ്ടുവന്നു. അവിശ്വാസത്തെ ആര് പിന്തുണയ്ക്കുന്നുള്ളത് അവർ പിന്തുണയ്ക്കുന്നവരാണ് തീരുമാനിക്കേണ്ടത്. BJP അവിശ്വാസം അവതരിപ്പിച്ചു, അവിശ്വാസം പാസ്സായി, അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഞങ്ങൾക്ക് കിട്ടി. BJP അവിശ്വാസം കൊണ്ടുവന്നിരുന്നല്ലോ. അതെനിക്കറിയില്ല, BJP അവിശ്വാസം കൊണ്ടുവരുന്നിരുന്നു. അതൊക്കെ വരട്ടെ, അതൊക്കെ ഇലക്ഷൻ വരട്ടെ, ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഞങ്ങൾ നല്ല ആത്മവിശ്വാസത്തിലാണ്. BJP CPM-ൻ്റെ വാർഡ് പിടിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം നെട്ടയം വാർഡ് ഞാൻ പറയാം. അതിപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് സംരക്ഷിക്കേണ്ട ഞങ്ങളുടെ ചുമതലയല്ല. കോൺഗ്രസിൻ്റെ വോട്ട് സംരക്ഷിക്കേണ്ടത് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ്, KPCC പ്രസിഡന്റ് ചുമതലയാണ്. ഞങ്ങൾ കോൺഗ്രസിൻ്റെന്ന് CPM-ൻ്റെന്നും ഒക്കെ ഞങ്ങൾ വോട്ട് വാങ്ങും. ഇപ്പോൾ CPM-ൻ്റെ കയ്യിലിരുന്ന നെട്ടയം വാർഡ് BJP-യിൽ ജയിച്ചത്. അതുപോലെ CPM-ൻ്റെ കയ്യിലിരുന്ന ഒരു 8 ചെറുവയ്ക്കൽ വാർഡ്, ചെറുവയ്ക്കൽ UDF ആയിരുന്നു. ഞങ്ങൾ 8-10 വാർഡ് CPM-ൻ്റെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഒരു തിരഞ്ഞെടുപ്പിൽ മറ്റൊരു പാർട്ടിയിൽ നിന്ന് സ്വാഭാവികമായി വോട്ട് ലഭിക്കുന്നത് പോലെയല്ല. ഇവിടെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും നേതാക്കന്മാർ കൃത്യമായിട്ടൊരു ചർച്ച നടത്തിയ ഒരു പ്ലാൻ രൂപപ്പെടുത്തിക്കൊണ്ടാണ് വോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ രാഷ്ട്രീയത്തെയാണ് ഞാൻ തുറന്നു കാട്ടാൻ ശ്രമിച്ചത്. അതുകൊണ്ട് 2 സീറ്റുകളിൽ ഞങ്ങൾ പരാജയപ്പെട്ടു. ആ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. പക്ഷേ കോൺഗ്രസും CPM-ഉം തമ്മിൽ ചേർന്നാൽ മാത്രമേ തിരുവനന്തപുരം ജില്ലയിലും കേരളത്തിലും BJP-യെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് അവർ അഡ്മിറ്റ് ചെയ്യുകയാണ്. അതാണ് ഭാവിയിലേക്കുള്ള പ്രതീക്ഷയായിട്ട് ഞങ്ങൾ കാണുന്നത്. അവിടെ ഒരു ഭാഗത്ത് BJP എന്നവർ സമ്മതിച്ചിരിക്കുന്നു.